ഇതൊരു പൊളിയായിട്ടാണ് കേട്ടോ. തീർച്ചയായും നിങ്ങൾ ഒരു തവണയെങ്കിലും ഇത് ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയാൽ വീണ്ടും വീണ്ടും ഉണ്ടാക്കി കഴിച്ചോളും. പൊറോട്ട പപ്സ് എന്നോ പൊറോട്ട ബോക്സ് എന്നോ എന്ത് പേരിട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിനെ വിളിക്കാം കേട്ടോ. ഇതിനാവശ്യമായ ഫില്ലിങ് തയ്യാറാക്കാൻ വേണ്ടി ഞാൻ 5 ചുവന്നുള്ളി ചെറുതായി കട്ട് ചെയ്ത് എടുത്ത് അത് വഴറ്റി കൊടുക്കുന്നുണ്ട്. ആവശ്യമായ മഞ്ഞൾപ്പൊടിയും ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. എരിവിനാവശ്യമായ പച്ചമുളക് കൂടി ചേർത്ത് കൊടുത്ത് നന്നായി വഴറ്റിയെടുക്കാം. കുറച്ച് കറിവേപ്പിലയും പെപ്പർ പൗഡർ കൂടി ചേർത്ത് കൊടുക്കാം. ഈ മുട്ട പപ്സിനൊക്കെ തയ്യാറാക്കിയെടുക്കുന്ന ആ ഒരു ഫില്ലിങ്ങാണ് ഇതിന് വേണ്ടുന്നത്. ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. നന്നായി വഴറ്റി മാറ്റി വെക്കാം. ഞാൻ പൊറോട്ട വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. പൊറോട്ട നിങ്ങൾക്ക് ഉണ്ടാക്കാൻ അറിയില്ലെങ്കിൽ പുറത്തുനിന്ന് വാങ്ങിയിട്ട് അത് വെച്ച് നമുക്ക് ഈ ഒരു ഐറ്റം തയ്യാറാക്കിയെടുക്കാം കേട്ടോ. പൊറോട്ട മേക്കിംഗ് വീഡിയോ ഞാൻ എടുത്തിട്ടില്ല. മിക്ക ആൾക്കാർക്ക് പൊറോട്ട അറിയുന്നതായിരിക്കുമല്ലോ ഉണ്ടാക്കാനൊക്കെ. ഞാനൊരു 6 മുട്ട പുഴുങ്ങിയെടുത്ത് തൊലിയൊക്കെ കളഞ്ഞ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. വീണ്ടും 2 മുട്ട പൊട്ടിച്ച് ഒരു ബൗളിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അതിലോട്ട് ഒരു 1/4 കപ്പ് പാൽ കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് പെപ്പർ പൗഡർ കൂടി ചേർത്ത് കൊടുത്ത് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. ചുട്ടെടുത്ത പൊറോട്ട എടുത്ത് അതിൻ്റെ നടുവിലായി ഫില്ലിങ് വെച്ച് കൊടുക്കാം. അതിന് മീതെ മുട്ടയെ കൂടി വെച്ച് കൊടുത്ത് നമുക്കിത് മടക്കിയെടുക്കാം. പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു ഐറ്റം കൂടിയാണ് കേട്ടോ ഇത്. വളരെ ടേസ്റ്റിയാണ്, വെറൈറ്റി ആണ്. ഇത് നമുക്ക് മുട്ട മിക്സിൽ ഒന്ന് ഡിപ്പ് ചെയ്തെടുത്ത് പാൻ ചൂടാക്കി ഓയിൽ തടവി അതിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഈ ഒരു ഐറ്റം യൂട്യൂബിലൊന്നും ആരും ചെയ്ത് കണ്ടിട്ടില്ലാത്തൊരു ഐറ്റം കൂടിയാണ് ഇത് കേട്ടോ. ഒരു തവണയെങ്കിലും നിങ്ങളിത് ഉണ്ടാക്കി നോക്കണം. വളരെ ടേസ്റ്റിയാണ്, വെറൈറ്റി ആണ്. ഇത് വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊരു എയർപോർട്ടിനകത്ത് നിന്ന് കഴിച്ചപ്പോൾ അന്ന് തൊട്ടേ ഞാൻ വിചാരിക്കും ഒരു തവണയെങ്കിലും ഇത് ഉണ്ടാക്കി നോക്കണമെന്ന്. അങ്ങനെ ഇപ്പോഴാണ് ഇത് ഉണ്ടാക്കിയപ്പോൾ വളരെ ടേസ്റ്റിയായി, നല്ലൊരു സോഫ്റ്റായി തോന്നി കേട്ടോ. വളരെ പിന്നെ നമ്മളിപ്പോൾ ആരും ഉണ്ടാക്കി കണ്ടിട്ടില്ലാത്ത ഒരു വീഡിയോ കൂടിയാണ് ഇത് കേട്ടോ. കുട്ടികൾക്കൊക്കെ ഒന്ന് കഴിച്ചാൽ മതി. ഈ പൊറോട്ടയൊന്നും ശരീരത്തിന് കേടാണെന്ന് എത്ര പറഞ്ഞാലും നമ്മൾ മലയാളികൾ ഒഴിവാക്കാത്തൊരു ഐറ്റമാണല്ലേ പൊറോട്ടയും ബീഫൊക്കെ. അപ്പോൾ പിന്നെ പൊറോട്ട വെച്ച് നമുക്ക് വെറൈറ്റി ആയി ഇങ്ങനെ ഓരോ ഐറ്റംസ് ഉണ്ടാക്കി നോക്കാം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. നല്ലൊരു സോഫ്റ്റായി തന്നെ കിടക്കും കേട്ടോ. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണം. താങ്ക്